ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ബ്രൗണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നല്ല ചൂയി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ചോക്ലേറ്റും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും. സൂപ്പർ യമ്മി ആയിരുന്നു ബ്രൗണി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന ഇതൊരു 500 ഗ്രാമിൻ്റെതാണ് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഡാർക്കാണ് വേണ്ടതെങ്കിൽ ഡാർക്കും വാങ്ങിക്കാം. അപ്പോൾ ഇത് ഇങ്ങനൊരു പാക്കിലാണ് വരിക. അപ്പോൾ ഞാൻ ഇത് 500 ഗ്രാം ആയതുകൊണ്ട് ഇതിൻ്റെ ഹാഫാണ് ഞാൻ എടുക്കുന്നത്. 250 ഗ്രാം ഹാഫാകുമ്പോൾ 250 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഹാഫ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് നല്ലതായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് നല്ലതാവുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ ബ്രൗണിയുടെ ടേസ്റ്റിനും മാറ്റം ഉണ്ടാവും. നല്ല ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ബ്രൗണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് തന്നെ വാങ്ങിച്ചോ നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ആ പാക്കറ്റ് ഞാൻ കാണിച്ചു തന്നില്ല, മെലോ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ഇത് നല്ല ചോക്ലേറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനോട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ആ പാക്ക്. അപ്പോൾ ഞാൻ ഹാഫ് എടുത്തിട്ട് ബാക്കി ഹാഫ് എടുത്ത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം, എടുത്ത് വെക്കുകയാണ്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലാതെ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അങ്ങനെയും ചെയ്യാം. ഡബിൾ ബോയിൽ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒരു തിളച്ച വെള്ളത്തിന് മേലെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ബട്ടറും ഇതുപോലെ ഈ ചോക്ലേറ്റും ഇട്ടിട്ട് മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് മൈക്രോവേവ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. മൈക്രോവേവിൽ വെച്ച് ഡബിൾ ബോയിൽ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ ചോക്ലേറ്റ് ഇടുകയാണ്. അപ്പോൾ ഈ 250 ഗ്രാം ചോക്ലേറ്റ് ഞാൻ എടുത്തതിൽ ഞാൻ എല്ലാം മെൽറ്റ് ചെയ്യുന്നില്ല. കുറച്ച് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ബാറ്ററിൽ ഇട്ടിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, അത് ലാസ്റ്റ് ബാറ്ററിൽ മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഇപ്പോൾ ഇത് ഞാൻ എടുത്തത് 200 ഗ്രാമിൻ്റെ ബട്ടറാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് എടുക്കേണ്ടി വരും. 100 ഗ്രാം ബട്ടർ എടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ആ ബട്ടറും കൂടെ നമുക്ക് ഹാഫ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് അത് രണ്ടും കൂടെയാണ് നമ്മൾ ഡബിൾ ബോയിലല്ല മെൽറ്റ് ചെയ്തെടുക്കുന്നത്, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ അത് ഹാഫ് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം, ചോക്ലേറ്റിൻ്റെ പോലെ തന്നെ. എന്നിട്ട് മൈക്രോവേവിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിൽ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് മെൽറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മെൽട്ടായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ അതൊന്ന് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ്സൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അത് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ അത് മൈക്രോവേവിൽ വെക്കുകയാണ് ഇനി. അപ്പോൾ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേനും അതൊന്ന് മെൽട്ടായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ചിലപ്പോൾ ബട്ടർ മുകളിലും ചോക്ലേറ്റ് അടിയിലും ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്താൽ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ടും നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മളുടെ ആ ചോക്ലേറ്റ് ഇത് കണ്ടില്ലേ, ഇതുപോലെ കിട്ടും നമ്മളുടെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ. ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ ഡാർക്കായിരിക്കും കളർ, കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഇത് ഫ്ലേവർ ഉണ്ടാവും. പക്ഷേ എനിക്കിഷ്ടം മിൽക്ക് കോമ്പൗണ്ടാണ്, ചോക്ലേറ്റാണ്. അതാകുമ്പോൾ കൂടുതലൊരു കുത്തൽ പോലെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാനതൊരു വേറെ ബൗളിലേക്ക് മാറ്റുകയാണ്. കാരണം നമ്മളെ ബാറ്റർ ഇതിൽ തന്നെ മിക്സ് ചെയ്യുക വിചാരിച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് ഷുഗർ, ഒരു 3/4 കപ്പ് ഷുഗറാണ് എടുക്കുന്നത്, പൊടിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ഇതിൽ അതായത് ബ്രൗണി ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇങ്ങനെ പൊടിക്കാതെ നമുക്കിടാം, മിക്സ് ചെയ്യാം.
അപ്പോൾ ഞാൻ ആ ചൂടിലേക്ക് തന്നെ ഇടുകയാണ്, കുറച്ചൊന്ന് മെൽട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ അങ്ങ് മെൽട്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ബീറ്റർ എടുത്തു. ബീറ്ററിൻ്റെ ഒരു ആവശ്യമില്ല, ബീറ്റർ ഇല്ലാത്തവർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും ഇടാം കേട്ടോ. എഗ്ഗും, ഇനി നമ്മൾ എഗ്ഗാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ എഗ്ഗും പഞ്ചസാരയും മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടെടുക്കാം, പെട്ടെന്നായി കിട്ടും. ഞാൻ എൻ്റെ അടുത്ത് ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് ആവാൻ വേണ്ടിയിട്ടാണ് ബീറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ബ്രൗണി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ കേക്കിൻ്റെ ബാറ്ററിനെ പോലെയല്ല. ഇത് കുറച്ചൊന്നും ഇതായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊന്നും ഇതുപോലെ ആവണം എന്നില്ല. കേക്കിൻ്റെ അത്രയും ഫ്ലഫി ആവുമൊന്നും വേണ്ട. ഞാൻ എൻ്റെ അടുത്ത് ഈ ബീറ്റർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 3 എഗ്ഗാണ്. 3 എഗ്ഗ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 3 എഗ്ഗൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിനി 3 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യേണ്ട, നിങ്ങളടുത്ത് സ്പാച്ചുല സ്പൂൺ എന്താ ഉള്ളത് വെച്ചാൽ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി മിക്സി ആണെങ്കിൽ മിക്സിയിൽ ബീറ്റ് ചെയ്തിട്ടും മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതും ഞാനൊന്ന് ബീറ്റർ വെച്ച് മിക്സ് ചെയ്ത്, ബീറ്റർ വെക്കുമ്പോൾ പെട്ടെന്ന് ആവുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ ബാറ്റർ, അപ്പോൾ ഇത് നമ്മളുടെ ബാറ്റർ ഇങ്ങനെ ആയിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുക. അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ ഓക്കെ, മൈദ ഫ്ലോറാണ്. അത് 1 കപ്പ് ഫുള്ള് വേണ്ട, 1/4 കപ്പാണ് വേണ്ടത്. അതും അതുപോലെ ഞാനൊരു 1/3 കപ്പ് കൊക്കോ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്തത് അത് സാൾട്ടാണ്, കുറച്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. വാനില എസൻസും പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമല്ല കേട്ടോ, ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബ്രൗണിയുടെ ബാറ്റർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മഴയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ട് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ ഇതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ അടിയിലൊരു ബട്ടർ പേപ്പർ വെക്കുന്നത് എപ്പോഴും നന്നാവും. കാരണം ഈ ബ്രൗണി എന്ന് പറഞ്ഞത് ച്യൂയി ആയിട്ട് ഉള്ള ബ്രൗണിയാണ്, അപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ എപ്പോഴും താഴെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ താഴെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാനിത് അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു. ഇനി ഞാനിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലൊരു 40 മിനിറ്റ്സാണ് 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഒഴിച്ചു. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിലപ്പം ബേക്കിങ്ങിൻ്റെ ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്കും ഒക്കെ അനുസരിച്ച് ബേക്കിംഗ് ട്രേൻ്റെ സൈസിനൊക്കെ അനുസരിച്ച് മാറി വരും. അത് ചെക്ക് ചെയ്യുക, ഒരു സ്ക്യൂവറോ എന്തെങ്കിലും എടുത്തിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ച്യൂയി ആയിട്ടുള്ള ബ്രൗണിയാണ്. അപ്പോൾ നല്ല കേക്ക് പോലെ ആയിരിക്കില്ല, കുറച്ചൊരു കുറച്ചൊന്നൊരു വേവാത്ത പോലെ തോന്നും. ആ ടൈപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ബാക്കിയുള്ള നമ്മൾ മാറ്റി വെച്ച ചോക്ലേറ്റ് പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ആ ചോക്ലേറ്റും കൂടെ കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് തന്നെ ഇത് ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഇനി ഞാൻ ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്.
അപ്പോൾ ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇത് ഞാൻ ശരിക്കും എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയല്ല, എൻ്റെ കസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്ത് നേരെ ട്രേ എടുത്തൊരു കവറിൽ ക്ലിംഗ് റാപ്പിനോടൊക്കെ റാപ്പ് ചെയ്ത് ഇത് കൊണ്ടുപോവാണ്. എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് കഴിക്കാൻ വേണ്ടി അവൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ച് പോയി. ഇതായിപ്പോൾ കസിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ്റെ വീട്. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കസിൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ചായയൊക്കെ കുടിച്ചു, കുറേ സംസാരിച്ചു. ഇതാണ് അവരുടെ വീട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ എന്നോട് ചോദിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.